ഇന്ന് നമുക്ക് 2024 റിലീസായ സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഇ.ഡി. അഥവാ എക്സ്ട്രാ ഡീസന്റ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, തലക്കടിയേറ്റ് ഓർമ്മ നഷ്ടമാകുന്ന നായകൻ, എന്നാൽ നായകന്റെ ഓർമ്മ തിരിച്ചു വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിഞ്ഞ് നിങ്ങൾ ഞെട്ടും. അതറിയുവാൻ വേണ്ടിയിട്ട് എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ ഫ്ളാറ്റാണ്. അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ആൾ രാത്രി തന്റെ മകളെ ഫോൺ വിളിക്കുകയാണ്. എനിക്കൊട്ടും സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ മകൾ പറയുന്നത് ആ വിവരം ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നാണ്. ചേട്ടനോട് പറഞ്ഞിരുന്നു, പക്ഷേ അവനൊന്നും പറഞ്ഞില്ല എന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ എനിക്കും കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് മകളും കോള് കട്ട് ചെയ്യുന്നത്. അത് കേട്ട് വല്ലാത്ത സങ്കടത്തിലിരിക്കുകയായിരുന്നു ആ സെക്യൂരിറ്റി. അപ്പോൾ അവിടേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് നായകനായ ബിനു. ബിനു സെക്യൂരിറ്റിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വല്ല പ്രശ്നവുമുണ്ടോ, വയ്യായികയുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി പറയുന്നത്, സാറേ എന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാ. എന്റെ കാര്യം മിക്കവാറും വല്ല ഗവൺമെന്റ് ആശുപത്രിയിലോ ഒക്കെ തീരുന്നതാണ് കാണുന്നത്. പക്ഷെ എന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ അഭിമാനത്തോടെ പോയി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്, ജയിൽ. അത് കേട്ട ബിനു ചോദിക്കും, അതിന് വല്ല കുറ്റവും ചെയ്യണ്ടേ? അപ്പോൾ സെക്യൂരിറ്റി പറയുന്നത്, അതിനൊരു കുറ്റം ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് തന്റെ കൈവശമുണ്ടായിരുന്ന ചുറ്റിക എടുത്ത് ബിനുവിന്റെ തലക്കടിക്കും. ബിനു ബോധം കെട്ട് തറയിൽ വീഴുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബിനു കിടക്കുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. തലയ്ക്ക് നല്ല കാര്യമായി പരിക്ക് പറ്റിയതിനാൽ ബിനു ഇപ്പോൾ കുറച്ചു നാളായിട്ട് ഹോസ്പിറ്റലിലാണ്. ബിനുവിന്റെ ആ ഒരു കേസ് അന്വേഷിക്കുവാനായിട്ട് കുറച്ച് പോലീസുകാർ അവിടേക്ക് വരും. പോലീസുകാർക്ക് സെക്യൂരിറ്റി മനഃപൂർവ്വം ജയിലിൽ പോകുവാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിലെത്തിയ പോലീസുകാർക്ക് അറിയാൻ കഴിഞ്ഞത് തലയ്ക്ക് കാര്യമായി പരിക്ക് പറ്റിയതിനാൽ ബിനുവിന്റെ ഓർമ്മകളൊക്കെ നഷ്ടമായി എന്ന കാര്യമായിരുന്നു. അതിനാൽ തന്നെ പോലീസുകാർക്ക് യാതൊന്നും ചോദിച്ചറിയുവാനായി പറ്റുന്നില്ല. എന്നാൽ ബിനുവിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളാണെങ്കിലും ബിനുവിന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നുമുണ്ട്. കുറെ ഫോട്ടോയൊക്കെ ബിനുവിനെ കാണിക്കും. പക്ഷെ അവരെയൊന്നും ബിനുവിന് മനസ്സിലാകുന്നതേയില്ല. ബിനുവിനെ കത്ത് പുറത്ത് അവന്റെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമുണ്ട്. സഹോദരിയുടെ പേരാണ് നിഷിമ. അതേസമയം തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് ഒരു ഫോട്ടോ അവരെ കാണിച്ചിട്ട്, ഇതാരാണ്, ഇയാളെ ബിനു തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇയാൾ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരുവാനായി പറയും. അത് ബിനുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് അവൻ ഗൾഫിലാണെന്നാ തോന്നുന്നത്. അത് കേട്ട് ഡോക്ടർ പറയും, എവിടെയായാലും അവനെ തിരിച്ചു കൊണ്ടുവരണം. ബിനുവിന്റെ ഓർമ്മകൾ മിക്കവാറും തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ അതൊന്നും കേട്ടിട്ട് വീട്ടുകാർക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ബിനുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നതിന് അവർക്ക് താല്പര്യമില്ലാത്ത മട്ടിലാണ് അവർ നിൽക്കുന്നത് പോലും. ബിനുവിന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് അവനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതിനാൽ ബിനുവിന്റെ വീട്ടുകാർ നേരെ ഫ്ളാറ്റിലേക്ക് വരുന്നു. ഫ്ളാറ്റിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് അവർക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ വരികയാണ്. ഡോക്ടർ പറയുന്നത്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ, ബിനുവിന് ഓർമ്മ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്, സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആരുടെയും മുഖത്ത് സന്തോഷമേ ഇല്ലായിരുന്നു. എന്താ നിങ്ങളുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്തത്? ഡോക്ടറിന്റെ ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ബിനുവിന്റെ സഹോദരിയെ നിഷിമയായിരുന്നു. ഡോക്ടറിന്റെ ബിനുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ ഡോക്ടർ പറയുന്നത്, അവൻ നല്ല പയ്യനല്ലേ, നന്നായിട്ട് കുടുംബം നോക്കുന്ന എക്സ്ട്രാ ഡീസന്റ് അല്ലേ എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നിഷിമ പറയുന്നത്, എന്റെ ചേട്ടൻ എക്സ്ട്രാ ഡീസന്റ് ആയത് എങ്ങനെയാണെന്ന് ഡോക്ടറിന് അറിയണോ എന്ന് പറഞ്ഞ് നിഷിമ ബിനുവിന്റെ കഥ പറയുവാനായി ആരംഭിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ ബിനുവിന് ഒരു ചേട്ടനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് രണ്ടുപേരും നല്ല കൂട്ടാണ്. ബിനുവിന് ചേട്ടനെന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ തന്നെയാണ് ചേട്ടനും. ഒരിക്കൽ രണ്ടാളും സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയം വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നുമില്ലായിരുന്നു. ബിനു തന്റെ ചേട്ടനോട് തനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ചേട്ടന് എന്തെങ്കിലും അവന് ഉണ്ടാക്കി കൊടുക്കുവാനായും തീരുമാനിക്കുന്നു. ഓംലെറ്റ് മതിയോ എന്ന് ബിനുവിനോട് ചോദിക്കും. ബിനുവും അതിന് സമ്മതിക്കും. എന്നാൽ ഗ്യാസ് ഓണാക്കുന്ന സമയത്ത് ഗ്യാസ് കത്തിക്കുവാനായിട്ട് തീപ്പെട്ടി ഒന്നുമില്ലായിരുന്നു. ബിനു തീപ്പെട്ടി വാങ്ങുവാനായിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ പുറത്തിറങ്ങിയ സമയം അപ്പോൾ ചേട്ടന്റെ കണ്ണിൽ തീപ്പെട്ടി കാണുകയും ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുന്നത് ഓർക്കാതെ തന്നെ ചേട്ടൻ തീപ്പെട്ടി ഉരയ്ക്കുകയും ചെയ്തു. ഉടനെ തന്നെ അവിടെ ആകെ തീ പിടിച്ചു. ബിനുവിന്റെ മുന്നിൽ വെച്ചാണ് ചേട്ടന് മാരകമായി പൊള്ളലേറ്റതും. ചേട്ടനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. ആ ഒരു പ്രശ്നം ബിനുവിനെ കാര്യമായി ബാധിച്ചിരുന്നു. എന്നാൽ ചേട്ടൻ മരണപ്പെട്ടു. ചേട്ടന്റെ മരണശേഷം വല്ലാത്തൊരു ഡിപ്രഷനിലൂടെയാണ് കുഞ്ഞായിരുന്നു ബിനു കടന്നുപോയിക്കൊണ്ടേയിരുന്നതും. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞതും ബിനുവിനൊരു സഹോദരിയും കൂടെ ജനിച്ചു. അതാണ് നിഷിമ.
ചേട്ടൻ മരിച്ചതിൽ പിന്നെ ചേട്ടൻ എപ്പോഴും തന്നോടൊപ്പമുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ബിനു ജീവിക്കുന്നതും. ഇടയ്ക്കിടയ്ക്ക് ബിനുവിന് ചേട്ടനെ കാണുവാനൊക്കെ പറ്റുമായിരുന്നു. ചേട്ടൻ അത്രയും ബിനുവിനെ ഇഷ്ടമായിരുന്നു. ബിനുവിനും അതുപോലെ തന്നെയാണ്. ചേട്ടന്റെ റൂമാണ് ഇപ്പോൾ ബിനു ഉപയോഗിക്കുന്നതും. കുഞ്ഞായിരുന്ന ബിനുവിന് ചേട്ടൻ എപ്പോഴും ചൂയിങ്കം വാങ്ങി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതായപ്പോഴും ബിനു അതൊരു ശീലമാക്കി തന്നെ എടുത്തു. പിന്നീട് ഒരു 35 വയസ്സുള്ള ബിനുവിനെയാണ് കാണിക്കുന്നത്. ബിനു വീടിന്റെ മുകളിലത്തെ നിലയിലിരുന്ന് പഠിക്കുന്ന സമയം. എന്നിരുന്നാൽ PSCക്ക് പഠിക്കുകയാണ്. അപ്പോൾ ബിനുവിന്റെ അച്ഛന്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. അവർക്ക് മുന്നിലേക്ക് അച്ഛൻ ബിനുവിനെ വിളിക്കും. എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ബിനുവിനെ അപമാനിക്കും വിധം സംസാരിക്കും. ഇവനെ ഗിന്നസ് റെക്കോർഡ് നേടാൻ പോവുകയാ. എന്തിനെന്നോ, ഏറ്റവും കൂടുതൽ തവണ PSC എഴുതിയതിന് 39 തവണ എഴുതി. ഇനി ഇവന് എഴുതാൻ പറ്റില്ല, കാരണം ഇവന്റെ ഏജ് ഓവറായി. ഇനി ഈ പേരും പറഞ്ഞ് മുറിയിൽ വെറുതെ അടച്ചിരിക്കാമെന്ന് നീ കരുതണ്ട. നാളെ മുതൽ നീ എന്നോടൊപ്പം ജോലിക്ക് വരണമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. അതേസമയം തന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, മകൾ എന്നാ അമേരിക്കയിൽ പോകുന്നത്? അപ്പോൾ അച്ഛൻ പറയും, അവൾ വ്യാഴാഴ്ചയാ പോകുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്നു. അതേസമയം തന്നെ ബിനു ചൂയിങ്കം ചവച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ കാണുന്നു. അച്ഛൻ അവനോട്, നീ എന്താടാ ചവയ്ക്കുന്നത്? ഇത് നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവനെ അടിക്കുവാനൊക്കെ ചെല്ലുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ബിനു. കൂട്ടുകാർ അവിടെ നിന്ന് പോകുന്ന സമയം തന്നെ അമ്മ വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവനെ ഇങ്ങനെ വഴക്ക് പറയരുതെന്ന്, ഇവനെ പേടിപ്പിച്ച് വളർത്തരുതെന്ന്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നത് ഇവൻ ആരുടെയും പിന്നിലാകരുതെന്നല്ലേ? എന്നാൽ ഇവന് പിന്നിൽ ഇനി ആരാ ഉള്ളത്? ഇവൻ അങ്ങനത്തെ അവസ്ഥയിലായിരിക്കുന്നു എന്ന് പറയുന്ന കേട്ട് വളരെ നിസ്സഹായ അവസ്ഥയിൽ അച്ഛനെയും അമ്മയും തിരിഞ്ഞു നോക്കുകയാണ് ബിനു. എന്തെന്നാൽ അമ്മ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവനെ അപമാനിക്കും വിധമാണ് അമ്മ സംസാരിക്കുന്നത്. അത് ബിനുവിന് മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ അച്ഛൻ ബിനുവിനോട് പറയും, നിഷിമയെ പോയി വിളിക്കണം, സഞ്ജു വരും, സഞ്ജുവിനൊപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനെ പുകഴ്ത്തിയാണ് അച്ഛൻ സംസാരിക്കുന്നത്. മാത്രവുമല്ല, നിഷിമയെ വിളിക്കുവാനായിട്ട് സഞ്ജു വരുന്ന സമയവും സഞ്ജുവിന്റെ മുന്നിൽ വെച്ച് ബിനുവിനോട് പറയുന്നുണ്ട്, ദേ സഞ്ജുവിനെ കണ്ട് പടി നീ, അങ്ങനെ ആവണം ആൺപിള്ളരായൽ എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അതിനൊന്നും മറുപടി പറയാതെ പോകുവാനായി ഇറങ്ങുകയാണ് ബിനു. അപ്പോഴും ബിനുവിനോട് പറയുന്നുണ്ട്, ദേ നീ കാറൊന്നും ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ കർശനമായിട്ട് വിലക്കിയിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. സഞ്ജുവിനൊപ്പം കാറിൽ പോവുകയായിരുന്ന ബിനു സഞ്ജുവിനോട്, തനിക്കൊന്ന് കാർ ഓടിക്കാൻ തരുമോ, ഒന്ന് കാർ ഓടിച്ച് തെളിയണം എന്നൊക്കെ പറയുന്ന സമയത്തും സഞ്ജു കാറ് കൊടുക്കുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ബിനുവും സഞ്ജുവും ചേർന്ന് നിഷിമയെ എയർപോർട്ടിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അടുത്ത ദിവസം ബിനു അച്ഛനോടൊപ്പം പ്രസ്സിൽ ജോലിക്കായി എത്തും. അവിടെയാണ് അച്ഛന് ജോലി ചെയ്യുന്നത്. അവരുടെ സ്വന്തമായിട്ടുള്ള കടയാണ്. ബിനുവിനെ അവിടെ വെച്ചും അച്ഛൻ അപമാനിക്കുമെന്ന് തന്നെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ അടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു പയ്യൻ അവനടുത്ത് വന്നിട്ട് ബിനുവിനോട് ആ ഒരു കടയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ബിനു പറയുന്നത് താനായിട്ട് തുടങ്ങിയൊരു കടയാണ്, അത് അച്ഛനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. മാത്രവുമല്ല, റിയൽ എസ്റ്റേറ്റിനെ പറ്റിയൊക്കെ ബിനു സംസാരിക്കുന്നത് കേട്ട് ആ ഒരു പയ്യൻ അഭിമാനത്തോടു കൂടിയാണ് ബിനുവിനെ നോക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. അമേരിക്കയിൽ പോകുന്നതിന്റെ തലേ ദിവസം അവർക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അവർക്ക് എന്തിനു സഹായത്തിന് സഞ്ജു ആണ് വരുന്നതും. സഞ്ജു അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പെരുമാറുന്നത് പോലും. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ബിനു നിഷിമയുടെ പാസ്പോർട്ട് എടുത്തിട്ട്, എന്നെയും ഇതുപോലെ നിങ്ങൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനും ഇതുപോലെ അമേരിക്കയിലേക്ക് പോയേനെ എന്ന് പറയുന്നത് കേട്ട് ഉടനെ അച്ഛൻ പറഞ്ഞതെന്തെന്നാൽ, നീ കുറെ പോകും, നീ അമേരിക്കയിലല്ല ചന്ദ്രനിലേക്കാ പോകുന്നത്. നീ ഒരു ഡിഗ്രി എഴുതിയെടുക്കാൻ തന്നെ 6 വർഷം എടുത്തു. അങ്ങനെയല്ല നീയാ ഇനി അമേരിക്കയിൽ പോകുന്നത്. ദേ ഈ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി, നിന്നെ കൊണ്ട് അതിനൊക്കെ കൊള്ളാവൂ എന്ന് പറഞ്ഞ് അവനെ അപമാനിക്കും വിധം സംസാരിക്കും. എന്നാൽ അത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ബിനു നിഷിമയുടെ പാസ്പോർട്ട് അവസാനമായി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് വിഷമിച്ച് എഴുന്നേറ്റ് പോകും. എന്നാൽ നിഷിമയാണെങ്കിൽ അച്ഛനെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ എപ്പോഴും ബിനുവിനെ അപമാനിക്കും വിധമാണല്ലോ അച്ഛൻ സംസാരിക്കുന്നത് പോലും. അടുത്ത ദിവസം നിഷിമ എയർപോർട്ടിലേക്ക് പോകുവാനായി റെഡിയായി നിൽക്കുന്നു. ബിനുവിനടുത്ത് വന്നിട്ട്, ചേട്ടാ ഞാൻ പോവുകയാണ്, ചേട്ടനും എന്നോടൊപ്പം വായെന്ന് പറയുമ്പോൾ ബിനു പറയുന്നത് ഞാൻ വരുന്നില്ല എന്നായിരുന്നു. അപ്പോൾ നിഷിമ പറയും, ചേട്ടന് അച്ഛന്റെ സ്വഭാവം അറിയില്ലേ, ചേട്ടൻ അതൊക്കെ വിട്ടുകള എന്നായിരുന്നു പറഞ്ഞതും. എന്നാൽ ഈ ബിനു ആണെങ്കിൽ നിഷിമയുടെ പാസ്പോർട്ട് നോക്കിയിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലാക്കിയിരുന്നു. നിഷിമ അമേരിക്കയിലേക്കും പോയി. എന്നാൽ ബിനു ആണെങ്കിൽ നിഷിമയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് എന്നാണ് അമ്മ അവളെ പ്രഗ്നന്റ് ആയത് എന്നുള്ള ദിവസവും കണ്ടുപിടിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 24, 1996. ഇതേ ദിവസം തന്നെയായിരുന്നു ബിനുവിന്റെ ചേട്ടൻ പൊള്ളല് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നതും. അത് ബിനു മനസ്സിലാക്കുകയാണ്.
അതേസമയം അച്ഛൻ താഴെ ആരോട് ഫോൺ വിളിച്ച് എന്തൊക്കെയോ തർക്കിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താഴേക്ക് വന്ന ബിനു അച്ഛനടുത്തെത്തിയിട്ട് ആ ഒരു തർക്കം ഏറ്റുപിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നത്, ഞാൻ നിന്റെ കണക്ക് ഒരു കഴിവുമില്ലാത്തവനല്ല, ഞാനൊരു വില്ലേജ് ഓഫീസർ ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് കേട്ട് ചിരിച്ചുകൊണ്ട് ബിനു, അത് ശരിയാ, ഒരു കഴിവുമില്ലാത്തവനല്ല എന്ന് പറഞ്ഞ് കസേര എടുത്തിട്ടിട്ട് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ, നിങ്ങൾക്ക് സ്വന്തം മകൻ പൊള്ളലേറ്റ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ തോന്നി? അതിൽ നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചില്ലേ, അതല്ലേ നിഷിമ എന്നൊക്കെ പറയുന്നത് കേട്ട് അമ്മയും അവിടേക്ക് വരും. അമ്മയും അച്ഛനും അത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ബിനുവിനോട് അമ്മ പറയും, മരിക്കും മുൻപ് ഞാൻ അവനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാൽ അത് കേട്ട ബിനു പറയുന്നത്, ഇല്ല, നിങ്ങൾ ആരും ചേട്ടനെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കസേരയും അടിച്ചു പൊട്ടിച്ചിട്ടാണ് അവൻ നേരെ റൂമിലേക്ക് പോകുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം അവിടേക്ക് ഒന്നും അറിയാത്തതുപോലെ ബിനു ഇറങ്ങി വരികയാണ്. തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ നടന്നത് കുറച്ച് മോശമായി പോയല്ലേ, അല്ല ഇതൊക്കെ നിഷിമ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവളുടെ ജനനം എങ്ങനെയാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവൾ എന്തെങ്കിലും ചെയ്യും. അതിനു മുൻപ് നിങ്ങളുടെ മുഖത്തവൾ കാർക്കിച്ചു തുപ്പുമെന്നും ബിനു പറയുന്നു. അത് കേട്ട് കുറച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയും. എന്നിട്ട് ബിനു പറയുന്നുണ്ട്, നിഷിമയ്ക്ക് ഒരു ഫ്ളാറ്റും കാറും ഒക്കെ വാങ്ങണമെന്ന് നല്ല ആഗ്രഹമല്ലായിരുന്നു, നമുക്ക് അവളുടെ ആഗ്രഹം പോലെ പുതിയ ഫ്ളാറ്റ് വാങ്ങാമെന്നും അവൻ പറയുകയാണ്. അങ്ങനെ അവർ പുതിയ ഫ്ളാറ്റ് വാങ്ങുന്നു. ഫ്ളാറ്റിലേക്ക് താമസം മാറുന്ന ദിവസം അച്ഛനെ കാണുവാനായിട്ട് കൂട്ടുകാരൊക്കെ വന്നിരിക്കുകയായിരുന്നു. അച്ഛനൊക്കെ സിറ്റിയിൽ താമസിക്കണമെന്ന് നല്ല ആഗ്രഹം, അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അച്ഛനെ കാണണമെങ്കിൽ അവിടേക്ക് വന്നാൽ മതി. അല്ല, അവിടെ നല്ല സെക്യൂരിറ്റി ഒക്കെയാണ്, അവിടേക്ക് വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നിയാലും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെയും അമ്മയും കൂട്ടി ബിനു ഫ്ളാറ്റിലേക്ക് പോകുന്നതും. ഫ്ളാറ്റിലേക്ക് അവർ താമസത്തിനും എത്തി. അടുത്ത ദിവസം മുതൽ അച്ഛനും അമ്മയും അവരുടെ ജീവിതം ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തെന്നാൽ ബിനു പറയുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടി വന്നു. രാവിലെ തന്നെ അച്ഛനെയും അമ്മയും ജോഗിങ്ങിന് കൊണ്ടുപോകുന്നു. അവർക്കത് ഒട്ടും ഇഷ്ടമേ അല്ല. മാത്രമല്ല അവരുടെ ഫുഡിലും കൺട്രോൾ കൊണ്ടുവന്നു. ബിനു കൊടുക്കുന്ന ആഹാരം മാത്രമേ അവർക്ക് കഴിക്കുവാനായും പാടുള്ളൂ. പിന്നെ പഞ്ചസാര, ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിനു ഒഴിവാക്കി. മാത്രമല്ല അവരെ രണ്ടുപേരെയും നല്ല മഴയത്ത് കൊണ്ടുപോയി ഊഞ്ഞാലാട്ടുകയും അതെല്ലാം റീൽസാക്കി പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കാണുന്ന ഫ്ളാറ്റിലുള്ളവർ ചോദിക്കുമ്പോൾ അത് അവരുടെ ആഗ്രഹമല്ലേ, ഞാനതങ്ങ് സാധിച്ചു കൊടുക്കുന്നു എന്നായിരുന്നു പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് കാണുന്ന ആ ഒരു സെക്യൂരിറ്റിയും ഡോക്ടറും പറയുന്നുണ്ട്, എന്ത് നല്ല മകൻ, അച്ഛനെയും അമ്മയെയും ഒക്കെ നന്നായി നോക്കുന്ന ഇങ്ങനെയൊരു മകനെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഫ്ളാറ്റിലുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ നല്ലവനായി മാറുകയാണ് ഈ ബിനു. ഫ്ളാറ്റിലുള്ളവരുടെ എല്ലാം കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബിനു. അന്നേ ദിവസം രാത്രി തന്നെ അച്ഛനും അമ്മയ്ക്കും കഴിക്കുവാനായിട്ട് ഒരു ഗുളികയും കൊണ്ടുവരും. ഞങ്ങൾക്കൊരു അസുഖവുമില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഈ ഗുളിക? അത് കേട്ടാ ബിനു പറയുന്നത്, അതോ അസുഖം വരാതിരിക്കാനായിട്ടുള്ള സപ്ലിമെന്റ് ആണ്, ഇത് കഴിക്കണം. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കൾ എന്ന് പറഞ്ഞിട്ടാണ് ബിനു അവിടെ നിന്ന് പോകുന്നതും. ഗുളിക കഴിച്ചു കഴിഞ്ഞ അമ്മ പറയുന്നത്, പതിയെ പതിയെ ഗുളിക തന്ന് നമ്മളെ കൊല്ലുവാനുള്ള പ്ലാൻ ആയിരിക്കും ഇതവന്റെ. എന്നിട്ട് അമ്മയാണെങ്കിൽ ഫോൺ എടുത്ത് മറ്റൊരാളെ വിളിക്കും. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തുവാനായി പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നതും. അടുത്ത ദിവസം തന്നെ രണ്ടാളും ജോഗിങ്ങിന് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴും. ബിനു ഉടനെ തന്നെ അച്ഛനെ ഫ്ളാറ്റിലേക്കും കൊണ്ടുവരും. അപ്പോൾ അച്ഛൻ പറയുന്നത്, എനിക്കിനി ആയുസില്ലെന്നാ തോന്നുന്നത്, അതിനു മുൻപ് നിഷിമയുടെ വിവാഹം എനിക്കൊന്ന് കാണണം എന്ന് അച്ഛൻ പറയുന്നു. അതിനൊന്നും മിണ്ടാതെ ബിനു അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. സത്യത്തിൽ ആ ഒരു നെഞ്ചുവേദന അവരുടെ വെറും അഭിനയമായിരുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി തന്നെ ബിനുവിന് നിഷിമയുടെ ഒരു മെസ്സേജ് വരും. അച്ഛനും അമ്മയും എനിക്ക് വിവാഹം ആലോചിക്കുന്നെന്ന് പറയുന്നു. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അതാരെന്ന് ബിനു ചോദിക്കുമ്പോൾ അത് സഞ്ജുവാണെന്നും നിഷിമ പറയുന്നു. ആദ്യം ബിനു അതിന് നോ എന്നാണ് ടൈപ്പ് ചെയ്തതും എന്നിട്ട് ഓക്കെ ഞാൻ നടത്തി തരാമെന്നും ബിനു പറയുന്നു. അടുത്ത ദിവസം തന്നെ സഞ്ജുവിനെ കാണുവാനായിട്ട് ബിനു പോകും. അവിടെ വെച്ച് നിഷിമയെ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും എങ്ങനെയാണ് പ്രണയത്തിലായതും എന്നുള്ള കാര്യങ്ങളൊക്കെ ബിനു ചോദിച്ച് മനസ്സിലാക്കും. ഉടനെ തന്നെ വീട്ടിലെത്തിയ ബിനു സഞ്ജുവുമായിട്ടുള്ള നിഷിമയുടെ വിവാഹത്തിന് തനിക്ക് താല്പര്യമാണെന്ന് പറയുന്നു. അത് കേട്ടതും അച്ഛനും അമ്മയ്ക്കും സമാധാനമാകും. അങ്ങനെ സഞ്ജുവിന്റെ വീട്ടുകാർ നിഷിമയെ പെണ്ണ് കാണാനായിട്ട് വരുന്ന ദിവസം, അതേ ദിവസം തന്നെ ബിനുവും അവിടെയുണ്ടല്ലോ. സഞ്ജുവിന്റെ വീട്ടുകാർ ഫ്ളാറ്റിലേക്കും എത്തി.
ബിനു പറയുന്നത് ഇവർ കുട്ടിക്കാലം മുതലേ പ്രണയത്തിലാ. ഇവൻ മിക്കവാറും ഇവളെ പ്രണയിക്കാൻ വേണ്ടിയിട്ടാ എന്നോട് കൂട്ടുകൂടിയതെന്നാ എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, ഇവളെ ബാംഗ്ലൂർ പഠിച്ചിരുന്ന സമയത്ത് ഇവൻ അവിടെ പോയിരുന്നു. ഇവർ റൂം എടുത്തൊക്കെ താമസിച്ചെന്നൊക്കെയാ പറയുന്നത്. എന്തൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് ഒന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. പിന്നെ ഇവന്റെ ബിസിനസിന് വേണ്ടി കാശ് കൊടുത്തത് മിക്കവാറും ഇവളായിരിക്കാം. ഇങ്ങനെ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് പെണ്ണാലോചിച്ചാൽ നിങ്ങൾ അതിന് സമ്മതിക്കുമോ എന്നായിരുന്നു ബിനു ചോദിച്ചതും. ആ ഒരു ചോദ്യം സഞ്ജുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല. അവിടെ വെച്ച് ബിനുവും സഞ്ജുവിന്റെ വീട്ടുകാരും തമ്മിൽ തർക്കമുണ്ടാവുകയും വീട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അത് കേട്ടതും നിഷിമയ്ക്ക് ദേഷ്യം വരും. ബിനുവിന്റെ യഥാർത്ഥ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. ഒരു സൈക്കോയെ പോലെയാണ് ബിനു അപ്പോൾ ആയി മാറിയതും. അത്രയും നേരം അവരടുത്ത് നല്ലോണം ഇരുന്നിട്ട് പെട്ടെന്നായിരുന്നു അവന്റെ സ്വഭാവം മാറിയതും. നിഷിമ ചോദിക്കുന്നത് ചേട്ടന്റെ ഉദ്ദേശം എന്താ? അപ്പോൾ ബിനു പറയുന്നത്, നീ മാത്രമായിട്ടാണെങ്കിൽ നിനക്ക് ഈ ഫ്ളാറ്റിൽ നിൽക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്നായിരുന്നു ബിനു പറഞ്ഞതും. ഉടനെ തന്നെ നിഷിമ സഞ്ജുവിനൊപ്പം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ബിനുവിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. നിഷിമയെ എങ്ങനെയെങ്കിലും ആ ഒരു ഫ്ളാറ്റിൽ നിന്നും ഇറക്കി വിടണം, എന്നിട്ട് തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവിടെ താമസിക്കണം എന്നായിരുന്നു ബിനുവിന്റെ ആഗ്രഹവും. അങ്ങനെ ഇരിക്കെ ബിനുവിന്റെ ചേട്ടന്റെ ഓർമ്മ ദിവസം എത്തുകയാണ്. ചേട്ടന്റെ ഓർമ്മ ദിവസമായതിനാൽ ഇന്ന് നമുക്ക് വ്രതം എടുക്കാം. അതുകൊണ്ട് ഇന്ന് വെള്ളവും സപ്ലിമെന്റും അല്ലാതെ ഒരാഹാരവും ഇവിടെയുള്ളവർ കഴിക്കാൻ പാടില്ല. മാത്രമല്ല TV, മൊബൈല് അങ്ങനെയുള്ള ഒരു കാര്യവും ഉപയോഗിക്കുവാനും പാടില്ല എന്ന് ബിനു പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ അച്ഛനിരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് ബിനു കാണും. അച്ഛന്റെ കയ്യിൽ നിന്നും ബിനു മൊബൈലൊക്കെ പിടിച്ചു വാങ്ങുന്നു. ആ ഒരു കാര്യത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നു. ദേഷ്യമെന്ന ബിനു ആണെങ്കിൽ അച്ഛന്റെ കാലിൽ കടിച്ചു മുറിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണർന്ന ബിനു അച്ഛനടുത്ത് എത്തിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതിന് കരഞ്ഞുകൊണ്ട് ബിനു മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയ ബിനു ആണെങ്കിൽ അച്ഛൻ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് കാലൊക്കെ കാണിച്ച് എന്തോ സംസാരിക്കുന്നത് ബിനു കാണും. അത് കണ്ട ബിനു ഉടനെ തന്നെ അച്ഛനെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു കൊണ്ടുവരും. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു. അച്ഛൻ പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ കാലിന് ചെറിയൊരു മുറിവ് പറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വാസമാകാത്ത ബിനു ഉടനെ തന്നെ സെക്യൂരിറ്റിയെ ഫോൺ വിളിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുവാനായിട്ട് ഇവിടേക്ക് വരണമെന്ന് പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റി ഉച്ചയായതും ഫുഡ് കഴിക്കുവാനായും വരും. ബിനുവിന്റെ ഉദ്ദേശം എന്തെന്നാൽ ബിനു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്നു കളയണമെന്ന് വിചാരിച്ച് ഒരു കറിയിൽ വിഷവും കലർത്തി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതും. എന്നാൽ സെക്യൂരിറ്റി വന്നതും സെക്യൂരിറ്റി ആ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്ന് ബിനുവിന് മനസ്സിലാകുന്നു. ഉടനെ തന്നെ സെക്യൂരിറ്റിക്ക് സംശയം തോന്നാത്ത വിധം ആ ഒരു കറി അവിടെ നിന്ന് തട്ടിക്കളയുകയാണ് ചെയ്തതും. സെക്യൂരിറ്റി ഫുഡും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഒരിക്കൽ ഷോപ്പിലിരിക്കുകയായിരുന്ന ബിനു ഒരു ന്യൂസ് കാണും. 60 വയസ്സ് തികഞ്ഞ ദമ്പതിമാർക്ക് കുഞ്ഞ് ജനിച്ചിരിക്കുന്നുവെന്ന്. അതോടുകൂടി അച്ഛനെയും അമ്മയെയും ബിനുവിന് സംശയമാവുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അച്ഛനെയും അമ്മയും അടുത്തൊന്ന് ഇടപഴകുവാൻ പോലും ബിനു സമ്മതിക്കുന്നതേയില്ല. മാത്രവുമല്ല, അവരടുത്തിരിക്കുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് ഫ്ളാറ്റിൽ അവൻ ക്യാമറയും വെച്ചു. അതോടുകൂടി അച്ഛന്റെയും അമ്മയുടെയും ജീവിതം ദുരിതപൂർണമായി മാറി. അതൊന്നും സഹിക്കാനാകാതെ ഒരിക്കൽ അമ്മയാണെങ്കിൽ അച്ഛനെ ആരും അറിയാതെ ടെറസിലേക്ക് വിളിക്കും. ബിനു ക്യാമറയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അറിയാമല്ലോ. ടെറസിലെത്തിയ അച്ഛൻ പറയുന്നത്, ഇനി നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മരിക്കാമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞത്. എന്നാൽ അമ്മ ചോദിക്കുന്നത്, നമ്മൾ എന്തിനു മരിക്കണം? നമ്മളല്ല മരിക്കേണ്ടത് എന്നായിരുന്നു അമ്മ പറഞ്ഞത്. ബിനുവിനെ കൊല്ലണമെന്നായിരുന്നു അമ്മ പറഞ്ഞു വന്നതും. അന്നേ ദിവസം രാത്രി തന്നെ ബിനുവിന് കഴിക്കാനുള്ള ആഹാരത്തിൽ വിഷവും കലർത്തി അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് വേറൊന്നായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ബിനുവിന്റെ തലയ്ക്ക് സെക്യൂരിറ്റി അടിച്ചില്ലേ, അതിതേ സമയം തന്നെയായിരുന്നു. വിഷം വെക്കുവാനായിട്ട് അമ്മ കാത്തിരുന്ന സമയം തന്നെയായിരുന്നു ബിനു തലക്കടിയേറ്റ് അവിടെ തറയിൽ വീണതും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് എല്ലാം അവിടെ അവസാനിച്ച് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കഥകളെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ബിനുവിന്റെ അമ്മ പറയും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മക്കളുടെ ജീവിതം നോക്കാൻ വേണ്ടിയുള്ളതാണോ മാതാപിതാക്കൾ? അവന്റെ ഓർമ്മ ഒരിക്കലും തിരിച്ചു വരരുത്. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവർക്കൊരു കോൾ വരും. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറാണ് വിളിച്ചത്. ബിനുവിന്റെ ഒരു കൂട്ടുകാരനെ മാത്രം ബിനു തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടുകാരൻ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു. ഉടനെ തന്നെ ബിനുവിന്റെ വീട്ടുകാരെല്ലാം ഹോസ്പിറ്റലിലേക്കും എത്തും. അപ്പോഴാണ് ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം എന്തെന്നാൽ ബിനുവിന്റെ കൂട്ടുകാരനെയും ബിനു തിരിച്ചറിഞ്ഞിട്ടില്ല. ബിനുവിനെ ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ ഇട്ടേക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവിടെയാകുമ്പോൾ വീടും പരിസരമൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ ബിനുവിന് വരുമല്ലോ എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞതും. അതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ബിനുവിന്റെ വീട്ടുകാർ. അതേസമയം തന്നെ ബിനുവിന്റെ അടുത്തേക്ക് സഞ്ജു എത്തുകയാണ്.
സഞ്ജുവിനോട് സംസാരിച്ചിരിക്കുന്ന ബിനു ആണെങ്കിൽ സഞ്ജുവിന്റെ പഴയ ഡ്രസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സഞ്ജു ശ്രദ്ധിക്കും. അത് കേട്ടൊക്കെ ഞെട്ടിയ സഞ്ജു നേരെ ബിനുവിന്റെ വീട്ടുകാർക്കെത്തിയിട്ട് ആ ഒരു കാര്യം അവരോട് പറഞ്ഞു. പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ബിനുവിന് ഓർമ്മകളെല്ലാം തിരിച്ചു വരുമെന്ന പേടി അവർക്കുണ്ടാവുകയാണ്. അച്ഛൻ പറയുന്നുണ്ട്, ബിനുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അതോടുകൂടി നമ്മുടെ കാര്യം പോക്കാം. അത് കേട്ട അമ്മ പറയും, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സനന്ദനെ വിളിക്കാം. സനന്ദൻ ഒരു ഐഡിയ പറഞ്ഞു തരുമെന്ന് അമ്മ പറയുന്നത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, സനന്ദനെ വിളിക്കുന്നതിനാ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കാൻ ഡോക്ടറില്ലേ എന്നായിരുന്നു അച്ഛൻ പറയുന്നത്. എന്നാൽ അമ്മ പറയുന്നത്, സനന്ദൻ വരട്ടെ, അന്ന് മോളുടെ കല്യാണം നടത്താനുള്ള ഐഡിയ പറഞ്ഞു തന്നതെല്ലാം സനന്ദനല്ലേ, അപ്പോൾ സനന്ദൻ വരട്ടെ എന്ന് അമ്മ പറയുന്നു. ഈ സനന്ദൻ ആരെന്നാൽ ബിനുവിന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. അന്നേ ദിവസം രാത്രി തന്നെ ബിനുവിന്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഈ സനന്ദനുമായിട്ടുള്ള ബന്ധം നിനക്ക് നിർത്താറായില്ലേ? അമ്മ പറയുന്നത്, ഞാനും സനന്ദനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സനന്ദൻ എന്റെ കൂട്ടുകാരൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത്, ഓ അതുകൊണ്ടാണല്ലേ അവൻ എന്റെ കാല് തല്ലി ഓടിച്ചത്. അത് കേട്ട അമ്മ പറയുന്നത്, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. അതൊന്നും നിങ്ങൾ മനസ്സിലിട്ടേക്കണ്ട. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പ്ലംബറിനെയും ഇലക്ട്രീഷ്യനെയൊക്കെ വിളിക്കത്തില്ലേ, അതുപോലെ കണ്ടാ മതിയെന്നും അമ്മ പറയുന്നു. അങ്ങനെ അവർ സനന്ദനെ വിളിക്കുകയാണ്. സനന്ദൻ വന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ബിനുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും മാറ്റണം, അവനെ ഓർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടാകരുത് എന്നും പറയുന്നു. അങ്ങനെ ബിനുവിന്റെ റൂം അച്ഛനും അമ്മയും പരിശോധിച്ചിട്ട് പഴയ കാര്യങ്ങളെല്ലാം മാറ്റുകയാണ്. ഒടുവിൽ അമ്മയുടെ കയ്യിൽ കിട്ടുന്നത് ബിനുവിന്റെയും ചേട്ടന്റെയും ഓർമ്മകൾ അടങ്ങിയ ഒരു ഡയറിയായിരുന്നു. മാത്രമല്ല ചെറിയൊരു കാസറ്റും ഉണ്ടായിരുന്നു. അതിൽ ബിനുവിനും ചേട്ടനും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൊട്ടിച്ചു കളയണ്ട, അവന്റെ ചേട്ടനോടുള്ള ഓർമ്മകളല്ലേ അതൊക്കെയെന്ന് അച്ഛൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഒരു ദുഷ്ടത്തിയെ പോലെ അമ്മ അതെല്ലാം നശിപ്പിച്ച് ആ ഒരു ഡയറിയും തീയിട്ട് കളയുകയാണ് ചെയ്തത്. മാത്രമല്ല ആ ഒരു ഫ്ളാറ്റും മുഴുവനും മാറ്റണമെന്നും സനന്ദൻ പറയുന്നു. ഫ്ളാറ്റിലേക്ക് വന്നാൽ പോലും പഴയൊരു ഓർമ്മകളും അവനുണ്ടാകരുതെന്നും സനന്ദൻ പറയുന്നു. അങ്ങനെ ബിനുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം 2 ആഴ്ചത്തേക്ക് അവനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് സനന്ദൻ പറഞ്ഞതിനാൽ അവരുടനെ തന്നെ ബിനുവിനെയും കൊണ്ട് ഒരു നേർച്ചയുണ്ടെന്ന് പറഞ്ഞ് മൂകാംബികയിലേക്കാണ് പോകുന്നത്. പോയിട്ട് തിരികെ വന്നതും ഫ്ളാറ്റിന്റെ ഇന്റീരിയർ ആകെ മാറിയിരിക്കുന്നു. പെയിന്റ് അടക്കം അവർ മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഫ്ളാറ്റിലെത്തിയതും ബിനുവിന് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ബിനു നിൽക്കുന്നതും. പെയിന്റടി പൂർത്തിയാക്കാൻ 2 ആഴ്ച കൂടി എടുക്കുന്നതിനാലാണ് ബിനുവിനെ കള്ളം പറഞ്ഞ് മൂകാംബികയിലേക്കും കൊണ്ടുപോയത്. വീട്ടിലെത്തി ബിനുവിന് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. എന്നാൽ ബിനുവിനെ നശിപ്പിക്കാനായിട്ട് വീണ്ടും ഒരു ഐഡിയ സനന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തെന്നാൽ ബിനുവിനെ കാരണം ബിനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് കടമുണ്ടായി. അവർ രണ്ടുപേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുവാനായി നിൽക്കുകയാണെന്ന് പറഞ്ഞ് ബിനുവിനെ കൊണ്ട് ആദ്യം തന്നെ വിഷം കുടിപ്പിക്കണം എന്നായിരുന്നു അവരുടെ പ്ലാൻ. അത് നടപ്പിലാക്കുവാനായിട്ട് സഞ്ജുവിനെയാണ് അവർ ഏർപ്പാടാക്കിയതും. ബിനുവിനെയും കൊണ്ട് സഞ്ജു ഒരു മലയുടെ മുകളിലേക്ക് പോകും. എന്നിട്ട് വീട്ടുകാർ ആത്മഹത്യയുടെ വക്കീലാണെന്നും ബിനുവിനെ കാരണമാണ് അവർക്ക് ഇത്രയും കടം വന്നതെന്നും ഒക്കെ പറയുന്ന സമയത്ത് ബിനു പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ അതിന് വേറെന്തെങ്കിലും ആകും കാരണമെന്ന്. സഞ്ജു എത്രത്തോളം പറയുവാനായി ശ്രമിച്ചിട്ടും അതിലൊന്നും വീഴാതെ നിൽക്കുകയാണ് ബിനു. അങ്ങനെ അവർ വീണ്ടും ഫ്ളാറ്റിലേക്ക് എത്തി. ഫ്ളാറ്റിലെ പെയിന്റ് എല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ. എന്നാൽ ബിനു അവിടെ നിന്ന് പെയിന്റ് പോയൊരു ഭാഗം കാണും. പെയിന്റ് പുതുതായി അടിച്ചതാണെന്ന് ബിനുവിന് മനസ്സിലായി. മാത്രമല്ല അവരെല്ലാ കാര്യവും മാറ്റിയിരുന്നല്ലോ, ഒരു കാര്യം മാത്രം മാറ്റിയില്ല. ബിനുവിന് ചൂയിങ്കം ചവയ്ക്കുന്ന സ്വഭാവമുണ്ട്. ചൂയിങ്കം എല്ലാം ചവച്ചിട്ട് അവനവന്റെ കട്ടിലിനടിയിലാണ് ഒട്ടിച്ചു വെക്കുന്നതും. അത് ബിനുവിന് കിട്ടുകയാണ്. ചൂയിങ്കം എടുത്തതോടുകൂടി ബിനുവിന് പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ ഓർമ്മ വരുവാനായും തുടങ്ങി. മറ്റൊരു വശത്ത് സനന്ദനും ബിനുവിന്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ആ ഒരു ഡോക്ടറിനെ കാണുവാനായും പോയി. ഡോക്ടറിനോട് ബിനുവിന് ഒരിക്കലും ഓർമ്മ തിരിച്ചു വരാതിരിക്കുവാനായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് വല്ലതുമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യമൊന്നും അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഡോക്ടർ തയ്യാറായില്ല. ഒടുവിൽ അവരുടെ സംസാരത്തിൽ ഡോക്ടർ വീഴുകയാണ് ചെയ്യുന്നതും. അങ്ങനെ ഡോക്ടർ ഗുളികയും പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടർ പറയുന്നത്, ആ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവന് ഓർമ്മ തിരിച്ചു വരത്തില്ല. മാത്രമല്ല ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട്. മിക്കവാറും ഫുൾ മെമ്മറിയും അടിച്ചു പോകും. അഥവാ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പേര് പറയരുത്, ഗൂഗിൾ ചെയ്ത് എടുത്തതാണ്, അങ്ങനെ വല്ലതും പറഞ്ഞാൽ മതിയെന്നും അവരോട് പറയുന്നു. അവരും അതിന് സമ്മതിക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ടു നിന്ന അച്ഛനാണെങ്കിൽ അമ്മയോട് ചോദിക്കും, അങ്ങനെ ചെയ്യണോ? അവന് വല്ല സൈഡ് എഫക്റ്റും വന്ന് കോമയിലോ വല്ലതും ആയി പോകത്തില്ലേ? അത് കേട്ട അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പഴയതെല്ലാം മറന്നു? അപ്പോൾ അച്ഛൻ പറയുന്നത്, അവനെ ഓർമ്മ തിരിച്ചു വന്നാൽ അവൻ പുതിയൊരു മനുഷ്യനായി മാറിയാലോ? അത് കേട്ട അമ്മ പറയുന്നത്, ഇല്ല, അവൻ ഒരിക്കലും അങ്ങനെയായി മാറാൻ ചാൻസ് ഇല്ല എന്നാണ്. എന്നാൽ അച്ഛൻ പറയുന്നത്, അല്ല, അവൻ കോമയിലേക്ക് വല്ലതും പോയാൽ അവനെ നോക്കേണ്ടത് നമ്മളല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത്, കാലം മാറി മനുഷ്യ,
അതിനുള്ള പല സംവിധാനങ്ങളും ഇന്നുണ്ട്. പിന്നെ മക്കളുടെ തീട്ടവും മൂത്രവും കോരേണ്ടവരല്ല മാതാപിതാക്കൾ എന്നാണ് അമ്മ പറയുന്നത്. അമ്മ അവനെ കൊന്നേ പറ്റൂ എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥ സൈക്കോ മകനാണോ അമ്മയാണോ എന്ന് തന്നെ തോന്നിപ്പോവുകയാണ് ഇവിടെ. അങ്ങനെ ഡോക്ടർ അവർക്ക് കാറിൽ വെച്ച് ഗുളിക കൊടുക്കുകയാണ്. ആ ഗുളിക വാങ്ങുന്നത് ബിനുവിന്റെ അമ്മ തന്നെയായിരുന്നു. എല്ലാവരും ഫ്ളാറ്റിലേക്ക് വരുന്ന സമയം ബിനുവാണ് ഡോറ് തുറക്കുന്നതും. ബിനുവിനെ കണ്ട് എല്ലാവരും ഞെട്ടി. പഴയ രൂപത്തിലാണ് ബിനു ഇപ്പോൾ നിൽക്കുന്നത്. ഇതെങ്ങനെയാ പഴയ രൂപത്തിലേക്ക് മാറിയത്? നിനക്ക് ഓർമ്മ തിരിച്ചു വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ബിനു പറഞ്ഞത്, അല്ല, എന്റെ പഴയ ഫോട്ടോ എന്റെ ഗേൾഫ്രണ്ട് അയച്ചു തന്നു, അങ്ങനെ ഞാൻ ആ ഒരു കോലത്തിലേക്ക് മാറിയതാണെന്നും ബിനു പറഞ്ഞു. അത് കേട്ട് അവർക്കൊന്ന് ആശ്വാസമായി. ഉടനെ തന്നെ ബിനു പുറത്തേക്കും പോകും. അതേ സമയം നോക്കി ബിനുവിന്റെ റൂമിലെത്തി ഗുളികകളുടെ കൂട്ടത്തിൽ ആ ഒരു ഡോക്ടർ കൊടുത്ത ഗുളികയും അവരവിടെ വെക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബിനു സഞ്ജുവിനോട് തനിക്കൊന്ന് കാർ ഓടിക്കണമെന്നും പറയുന്നു. അങ്ങനെ സഞ്ജു ബിനുവിനെയും കൂട്ടി ഒരു ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. കാർ ഓടിക്കുവാനായിട്ട് ബിനുവിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബിനു ഒരു ചോദ്യം ചോദിക്കും, പഴയ കാറിന്റെ അത്ര സുഖം പോരല്ലേ അളിയാന്ന്. അത് കേട്ടതും സഞ്ജു ചോദിക്കും, ഓർമ്മയെല്ലാം തിരിച്ചു വന്നല്ലേ? അപ്പോൾ ബിനു പറഞ്ഞത്, എനിക്ക് ഓർമ്മയെല്ലാം തിരിച്ചു വരില്ലെന്ന് നിങ്ങൾ കരുതിയല്ലേ? ഒരു കാര്യം ചെയ്യണം, എന്റെ അച്ഛനോടും അമ്മയോടും നിഷിമയോടുമൊക്കെ എനിക്കിനി ഒരിക്കലും ഓർമ്മ തിരിച്ചു വരില്ല എന്ന് നീ പറയണം. അവരുടെ ലൈവ് റിയാക്ഷൻ എനിക്ക് കാണണം. നിങ്ങൾ അമേരിക്കയിൽ പോകുന്നതിന് മുൻപുള്ള പാർട്ടി എന്ന് പറഞ്ഞ് അവരെ നീ ക്ഷണിക്കണം. അവിടെ വെച്ചിത് പറയണമെന്നും ബിനു സഞ്ജുവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ സഞ്ജു ചെയ്യും. അങ്ങനെ പാർട്ടിക്കായിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഇനി ഒരിക്കലും അളിയന്റെ ഓർമ്മ തിരിച്ചു വരില്ല എന്ന് സഞ്ജു പറയുന്നു. അത് കേട്ടത് ബിനുവിന്റെ വീട്ടുകാരുടെ മുഖമൊക്കെ തെളിയുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് മനസ്സിൽ ചിരിക്കുകയാണ് ബിനു. എന്നിട്ട് പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ ബിനു അവരുടെ കൈയെല്ലാം പിടിച്ചിട്ട്, നിങ്ങൾ എന്റെ ഓർമ്മ നഷ്ടമായ സമയത്ത് എന്നെ നോക്കിയതുപോലെ നിങ്ങളെയും ഞാൻ നോക്കും, നിങ്ങളെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്ന് ബിനു പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ബിനുവിന്റെ സഹോദരിയും സഞ്ജുവുമൊക്കെ അമേരിക്കയിലേക്ക് പോകുന്ന ദിവസം ബിനുവിനെയും എയർപോർട്ടിലേക്ക് പോകുവാനായും ക്ഷണിച്ചു. ബിനു താൻ കാർ ഓടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ ചോദിക്കുന്നത് ഇവന് കാർ ഓടിക്കാൻ അറിയാമോ എന്നായിരുന്നു. ആ, എനിക്കറിയാം, ദേ അളിയൻ അറിയാമല്ലോ എനിക്ക് ഓടിക്കാൻ അറിയാമെന്ന്. എന്നിട്ട് സഞ്ജുവിന്റെ മുഖത്ത് നോക്കിയാണ് അത് പറയുന്നതും. സഞ്ജുവും പറയുന്നുണ്ട് ബിനു നന്നായി കാർ ഓടിക്കുമെന്ന്. ബിനു ആണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതും. മാത്രമല്ല അവിടെ എത്തിയ ഡോക്ടറിനെയും സനന്ദനെയും നിർബന്ധിച്ച് ബിനു കാറിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ യാത്ര ആരംഭിച്ചു. അപ്പോൾ ബിനു പറയുന്നുണ്ട്, ഈ കോമ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാണല്ലേ, അതിലേക്കുള്ള യാത്ര എന്നത് ഒരു പ്ലഷർ ട്രിപ്പ് പോലെയാണല്ലേ, നമുക്ക് എല്ലാവർക്കും ആ ഒരു യാത്ര പോയാലോ എന്ന് ചോദിച്ച് കാർ ഒത്തി സ്പീഡിന് ഓടിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഭയമാകുവാനായും തുടങ്ങി. അതേസമയം തന്നെ ബിനു ഒരു ടാബ്ലറ്റ് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, അമ്മേ, ഈ ടാബ്ലറ്റ് ഏത് ഡോക്ടർ എഴുതിയതാ? ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു ഡോക്ടർ എഴുതിയതാകുമെന്നും അച്ഛൻ മറുപടി പറയുന്നു. എന്നിട്ട് ബിനു ആ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗുളിക കഴിക്കുവാനായും തീരുമാനിക്കും. എങ്ങനെയാണ് ഗുളിക കഴിക്കുന്നതെന്നാൽ കാലുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നിയന്ത്രിച്ചു, എന്നിട്ട് കൈകൊണ്ട് ബേക്കിലോട്ട് ചാഞ്ഞു കിടന്ന് ഗുളിക കഴിക്കും. അതെല്ലാം കണ്ട് കാറിൽ ഇരുന്നവർ വല്ലാതെ പേടിക്കുകയാണ്. മാത്രമല്ല കാറിന്റെ സ്പീഡും കൂടുന്നുണ്ട്. അപ്പോൾ ബിനു ചോദിക്കും, ഒരു കുടുംബത്തിലുള്ളവരെ മുന്നോട്ട് നയിക്കുന്നതിന് കാരണം എന്താണ്? അപ്പോൾ ഡോക്ടറും സനന്ദനുമെല്ലാം പല അഭിപ്രായങ്ങളും പറയും. ബിനു പറയുന്നത് ഭയമാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. എന്നിട്ട് ബിനു പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്ന് അല്ലേ? എനിക്ക് സ്നേഹിക്കാൻ അറിയാത്തതിന് കാരണം എന്തെന്നാ, എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ട്, അതുകൊണ്ടാ എനിക്കാരെയും സ്നേഹിക്കാൻ അറിയാത്തത് എന്ന് പറഞ്ഞ് ഒരു സൈക്കോയെ പോലെ അവൻ ചിരിക്കും. എന്നിട്ട് കാർ സ്പീഡിന് ഓട്ടിക്കുകയാണ്. അടുത്തുള്ള ഒരു ലോറി വന്ന് ഇടിച്ചില്ല എന്ന മട്ടിലാണ് പോകുന്നതും. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ ആ സെക്യൂരിറ്റിന്റെ തലക്കടിച്ചതെന്ന് ബിനു ചോദിക്കുമ്പോൾ, അയ്യോ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല അയാൾ അങ്ങനെ ചെയ്തതെന്നും ബിനുവിന്റെ അച്ഛനും അമ്മയും പറയും. കാറിലിരുന്ന് എല്ലാവരും ഉറക്കി നിലവിളിക്കുകയാണ്. മാത്രമല്ല ചേട്ടനും ബിനുവിനും ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു പാട്ടുണ്ടല്ലോ അമ്മ തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞത്, ആ ഒരു പാട്ടും അവൻ കാറിൽ പ്ലേ ചെയ്യും. അതോടുകൂടി അവന് പൂർണ്ണമായിട്ടും ഓർമ്മ തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ബിനു അങ്ങനെ കാർ സ്പീഡിന് ഓട്ടിച്ച് ഡിവൈഡറിൽ കൊണ്ടുവന്ന് ഇടിച്ച് കാർ മറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലും അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം തന്നെ അവിടെ ഒരു നഴ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം തീരുമാനിച്ചു. ബാക്കിയുള്ള എല്ലാവരും സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ICUവിൽ ബർത്ത്ഡേ ആഘോഷവും നടക്കുന്നത്. സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട എന്ന് തന്നെ ബാക്കിയുള്ള നഴ്സുമാര് പറയുന്ന സമയത്ത് ആരുടെയോ കൈതട്ടി അറിയാതെ പാർട്ടി പോപ്പർ കയ്യിലിരുന്ന് പൊട്ടും. ആ ഒരു ശബ്ദം കേട്ട് സീരിയസ് ആയിട്ട് കിടന്ന സനന്ദനും അവിടെ വെച്ച് തന്നെ മരണപ്പെടും. മാത്രമല്ല അതുവഴി ഒരു കുമിള പോവുകയാണ്. കുമിള നേരെ വന്നിരുന്ന് പൊട്ടുന്നത് ബിനുവിന്റെ മൂക്കിലിരുന്നു. ബിനുവിന് അപ്പോൾ ബോധം വരികയാണ്. കണ്ണു തുറന്ന ബിനു ഒരു സൈക്കോയെ പോലെ ചിരിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.